അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ എണ്ണക്കടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ സമൂസ ഉണ്ടാക്കിയത് ചെറുതായി ചീറ്റി പോയതുകൊണ്ട് തന്നെ ഇന്ന് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയില്ല. അപ്പോൾ ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാട്ടോ ഇതൊക്കെ കൂട്ടി വെച്ചത്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ പൊരിക്കാൻ നിന്നപ്പോൾ ഞാൻ സാധാ നോർമലായിട്ട് തന്നെ കേട്ടോ പൊരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇനി അങ്ങനെ പരത്തിയിട്ട് എങ്ങാനും പൊരിച്ചിട്ട് ഉള്ളിൽ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഫ്ലോപ്പ് ആകൂലേ. അപ്പോൾ ഞാൻ സാധാ പോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എണ്ണക്കടി ഈ ഒന്ന് തന്നെ ഉള്ളൂ കേട്ടോ, ഉള്ളിവട മാത്രമേ തന്നെ ഉള്ളൂ. അങ്ങനെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ കറിക്കുള്ള ഉള്ളിയൊക്കെ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് അരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഉള്ളിവടയൊക്കെ മൊത്തം പൊരിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം എന്തെങ്കിലും വേണമല്ലോ മെയിനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഹസ്ബൻഡിന് പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വരുന്ന വഴി കടയിൽ നിന്ന് മേടിച്ചായിരുന്നു നന്നാരി സർബത്ത് ഉണ്ടല്ലോ അത്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇതുണ്ടെങ്കിൽ ഇത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ നോമ്പുള്ള സമയത്ത് ഇങ്ങനെ വെള്ളം കിട്ടിയാൽ കുറേ കുടിക്കുമെന്നൊക്കെ കരുതും, പക്ഷെ ഒന്നും കുടിക്കില്ല. അപ്പം ഉമ്മ അവിടെ സൈഡിൽ നിന്നിട്ട് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്ലിപ്പിങ്സ് കണ്ടത്. നോമ്പും കള്ളത്തി മുന്തിരി കഴിക്കുകയാണ്. അവൾക്കൊന്നും നോമ്പുണ്ടായിരുന്നില്ല, അപ്പോൾ ഓളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നത്. അപ്പം ഉമ്മ ഇവിടെ തരിക്കഞ്ഞിക്ക് റെഡിയാക്കുന്നുണ്ടായിരുന്നു. എനിക്കിഷ്ടമാട്ടോ തരിക്കഞ്ഞി. അപ്പോൾ അത് ഉമ്മ സെറ്റാക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റത്തെ നോമ്പിന് വലിയ ക്ഷീണമോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് നോമ്പിന് എനിക്ക് നല്ലോണം തടിമൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഒഴിവുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലിൽ പോകും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒഴിവുണ്ടായിരുന്നില്ല. അങ്ങനെ തരിക്കഞ്ഞി എല്ലാതും റെഡി ആയിട്ട് ഞങ്ങളെല്ലാതും ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീട്ടിലുള്ള അടുത്തോട്ടിട്ടുണ്ടെന്നിരിക്കും. ബൈ.